ലെറ്റ്സ് മേക്ക് എ വിൻറ്റേജ് ജേണൽ കിറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻവലപ്പാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് മറ്റേ സോപ്പിൻ്റെ കൂടെ കിട്ടുന്ന ആ പേപ്പറില്ലേ, അത് വെച്ചാണ് നമ്മൾ എൻവലപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ പശ വെച്ച് ഒട്ടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻവലപ്പ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. നെക്സ്റ്റ് നമുക്ക് മെമോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അത് കോഫി പൗഡർ വെച്ച് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കളറ് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വിൻറ്റേജ് തീം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ബ്രൗൺ കളർ കൊടുത്തെന്നുള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാ പേപ്പറും ചെയ്തെടുത്തു. ജസ്റ്റ് ബോർഡർ വരച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ലൈൻസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് മെമോന്ന് എഴുതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ജേണൽ കിറ്റ് ഉണ്ടാക്കി നോക്കുന്നത്. എനിക്ക് എന്തായാലും ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറ. വീഡിയോ കാണുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ മെമോ റെഡി ആയിട്ടുണ്ട്. ടു ഡു ലിസ്റ്റാണ് നമ്മൾ ഇതിനടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ടെക്സ്ചറൊക്കെ ആക്കി അതിൻ്റെ ബോർഡർ വരച്ച് കൊടുത്തിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു ബബിൾസ് ഇട്ടിട്ട് ലൈൻസ് വരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിൽ നമ്മൾ കോഫി പൗഡർ വെച്ച് ഒന്ന് കളർ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ടു ഡു ലിസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ജസ്റ്റ് ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ചാർട്ട് പേപ്പേഴ്സാണ് യൂസ് ചെയ്ത്. എന്നിട്ട് അതിൽ ഞാൻ കോഫി പൗഡർ വെച്ചിട്ടുള്ള ആ ഒരു വാട്ടർ ഞാൻ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ലവ്, അതുപോലെ ക്ലോക്ക്, അതങ്ങനത്തെ ഇതൊക്കെയാണ് വരച്ച് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയത്. എന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ സാധാ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന പോലെ ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നെക്സ്റ്റ് നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. ഞാൻ ജസ്റ്റ് 2 പാറ്റേൺ പേപ്പർ ഉണ്ടാക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഗേൾ സ്റ്റിക്കേഴ്സാണ്. ഞാൻ വരച്ചെടുത്തിട്ട് സാധാ സ്റ്റിക്കർ പോലെ ഉണ്ടാക്കിയത്. നെക്സ്റ്റ് വേർഡ് സ്റ്റിക്കേഴ്സാണ്. ഇതും സാധാ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന പോലെ എഴുതിയിട്ട് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് സർക്കിൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഇതിൽ ജേർണലിങ്, ഗുഡ് വൈബ്സ്, താങ്ക്സ് എന്നൊക്കെ എഴുതി കൊടുത്ത് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്ത് ഇതുപോലെ സ്റ്റിക്കേഴ്സ് ആക്കി എടുത്തു. നെക്സ്റ്റ് വാഷി ടേപ്പാണ് ഫൈനലായിട്ട്. അതും നമ്മൾ വീഡിയോ കാണുന്നത് ചെയ്തെടുത്തു. അപ്പോൾ ഫൈനലായിട്ട് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതുള്ള കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കിയപ്പോൾ ശരിയായോ എങ്ങനെയായിരുന്നു എന്നൊക്കെ കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ പറ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.